നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്താണ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് ഇസ്രയേലിലേക്ക് തന്നെയാണ്. ഇസ്രയേൽ ഇപ്പോൾ തുർക്കിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഗസയിൽ റെസ്ക്യൂ ഓപ്പറേഷനായിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട എന്നാണ് ഇസ്രയേൽ തുർക്കിയോട് പറയുന്നത്. അതായത് തുർക്കിയിൽ നിന്നുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ സംഘത്തെ ഇപ്പോൾ ഇസ്രയേൽ തടഞ്ഞിരിക്കുകയാണ് എന്നാണ് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന് പറയുന്ന ഒരു കാരണമുണ്ട്. അതായത് തുർക്കി രക്ഷാദൗത്യ സംഘത്തെ തടയുന്നതിന് ഒരു കാരണമായി ഇസ്രയേൽ പറയുന്നത്, ഹമാസ് ഇതുവരെ ഇസ്രയേലി സൈനികരുടെ മൃതദേഹം അത് തിരികെ നൽകിയിട്ടില്ല. അതുകൊണ്ട് തുർക്കിയുടെ ഈ ഒരു സംഘത്തെ ഗസയിലേക്ക് അനുവദിക്കാൻ കഴിയില്ല എന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഒരു കാര്യം ഇവിടെ വ്യക്തമാകുന്നില്ല. അതായത് ഹമാസ് മൃതദേഹം തിരിച്ചു നൽകിയില്ല എന്നുണ്ടെങ്കിൽ അത് ചോദിക്കേണ്ടത് ഹമാസിനോടാണ്. അല്ലാതെ രക്ഷാപ്രവർത്തനത്തിന് ഒരു രാജ്യം തയ്യാറായി മുന്നോട്ട് വരുമ്പോൾ ഈ ഒരു കാരണം പറഞ്ഞ് അനുമതി നിഷേധിക്കുന്നതിലെ ലോജിക്ക് ഇവിടെ മനസ്സിലാകുന്നില്ല. ഇനി ഗസയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇസ്രയേലിന്റെ ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങളാണ് തകർന്നു കിടക്കുന്നത്. ഇത്തരം അവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി ആൾക്കാർ കുടുങ്ങിക്കിടക്കാനും സാധ്യതയുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് തുർക്കി രക്ഷാദൗത്യ സംഘത്തെ അങ്ങോട്ടേക്ക് അയക്കാൻ തീരുമാനിച്ചത്. ഇസ്രയേൽ ഒഫീഷ്യലായിട്ട് തന്നെയാണ് പറയുന്നത് തുർക്കിയുടെ രക്ഷാദൗത്യ സംഘത്തെ ഗസയിലേക്ക് കടത്തിവിടില്ല എന്ന്. ഈ വാർത്ത സംബന്ധിക്കുന്ന ഒരു സ്ക്രീൻഷോട്ടും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. തുർക്കി പറയുന്ന ഒരു കാര്യം, അതായത് ഈ ഒരു വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കരുത് എന്നാണ് തുർക്കി പറയുന്നത്. ഇത് ജനങ്ങളുടെ കാര്യമാണ്, ഇതിൽ രാഷ്ട്രീയമില്ല. തുർക്കിയുടെ പ്രസിഡന്റായിട്ടുള്ള എർദുഗാനും ഈ ഒരു കാര്യത്തിൽ ഇസ്രയേലിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്തിനു പറയാൻ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ഇസ്രയേലിന്റെ ഈ ഒരു നടപടിയെ വിമർശിക്കുന്നുണ്ട്. മൃതദേഹം കൈമാറുന്ന ആ ഒരു വിഷയം അത് ചർച്ചകളിലൂടെ പരിഹരിക്കണം. അതിന് ഗസയിലേക്കുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അത് തടയരുത് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. UN ഉൾപ്പെടെയുള്ള യുണൈറ്റഡ് നേഷൻസ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇസ്രയേലിനോട് പലവട്ടം പറഞ്ഞു ഗസയിലേക്കുള്ള മാനുഷിക സഹായം അത് ഒരിക്കലും തടയരുതെന്ന്. ഇസ്രയേലിന്റെ ഇത്തരം തീരുമാനങ്ങൾ അത് ഭാവിയിൽ ഇസ്രയേലിന് തന്നെ തിരിച്ചടിയായേക്കാം എന്ന രീതിയിലാണ് വിലയിരുത്തലുകൾ വരുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ അന്താരാഷ്ട്ര സമ്മർദ്ദം അത് ഇസ്രയേലിന് മേൽ കൂടി വരും. അമേരിക്ക, ഖത്തർ, അതുപോലെ തന്നെ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനായിട്ടുള്ള ശ്രമത്തിലുമാണ്. വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ തുർക്കി ഗസയിൽ രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങുമോ അതോ ഇസ്രയേൽ തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമോ എന്ന്. അതിനിടെ മറ്റൊരു വാർത്ത, ഇസ്രയേലിന്റെ തന്നെ ബന്ദികളുടെ മോചനത്തെക്കുറിച്ചാണ്. ഇസ്രയേൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഇസ്രയേൽ പറയുന്നത് തങ്ങൾക്ക് 19 ഇസ്രയേലി ബന്ദികളുടെ മൃതദേഹം തിരിച്ചു കിട്ടാനുണ്ട് എന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഹമാസിന്റെ പക്കലാണ് ഈ മൃതദേഹങ്ങൾ ഉള്ളത് എന്നാണ് ഇസ്രയേൽ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ മറുവശം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഹമാസ് പറയുന്ന ഒരു കാര്യം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, പലരുടെയും മൃതദേഹങ്ങൾ അത് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കെട്ടിടങ്ങൾക്കിടയിൽ പെട്ടിട്ടുണ്ടാകാം എന്നാണ് ഹമാസ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു വിഷയത്തിൽ രണ്ട് പക്ഷത്ത് നിൽക്കുന്നവരും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. അതല്ലാതെ കാര്യമായ ഡെവലപ്മെന്റ് ഒന്നും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്നില്ല. എന്നിരുന്നാലും ഇസ്രയേലും അമേരിക്കയും ഇപ്പോൾ സ്വരം കടുപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സീസ് ഫയറിന്റെ ഭാവി എന്താണ് എന്നുള്ളത് അത് കണ്ടു തന്നെ അറിയേണ്ടി വരും ഇനി. എന്നിരുന്നാലും ഗസയിൽ സമാധാനം പുലരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു റിപ്പോർട്ട് നോക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രസ്താവന അതിപ്പോൾ ശ്രദ്ധേയമാകുന്നുണ്ട്. ഹമാസ് ഗസയിലെ കാര്യങ്ങളിൽ ഇടപെടുന്നത് അത് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ സീസ് ഫയർ ഉപേക്ഷിക്കുമെന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഹമാസിനെ ആദ്യം പുകഴ്ത്തിയിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അതിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ അവരെ വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ട്രംപ് വളരെ പെട്ടെന്ന് തന്നെ തന്റെ നിലപാടുകൾ അവ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സാഹചര്യം നോക്കി നിലപാടുകൾ മാറ്റുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ, അതായത് അമേരിക്ക കൊട്ടിയാഘോഷിച്ചു കൊണ്ടുവന്നിട്ടുള്ള സീസ് ഫയർ അതിപ്പോൾ അനിശ്ചിതത്വത്തിലാണ് എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. ഒരു ചെറിയ സംഘർഷം പോലും വലിയ ഒരു യുദ്ധത്തിലേക്ക് എത്തിയേക്കാമെന്നാണ് ഇപ്പോൾ ഇന്റർനാഷണൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.